പല ഗവർണർമാർക്കും എതിരായിട്ട് കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്, EMS-നെതിരായിട്ട് കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്, EMS-നെതിരായി പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്, നായനാർക്കെതിരായിട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്, VS-നെതിരായിട്ട് പ്രകടനം നടത്തിയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി ഗവൺമെന്റിനെതിരായിട്ട് തന്നെ അവർ സമരം നടത്തിയിട്ടില്ല. ആദ്യത്തെ സംഭവമാണോ? SFI എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വാലാട്ടി സംഘടനയല്ലത്, അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആ സംഘടന വളർന്നത്. ഈ എല്ലാ മാനേജ്മെന്റിന്റെയും ഗുണ്ടകളുടെയും എല്ലാ ആക്രമണവും ഉണ്ടായി ഏഷ്യയിലെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ KSUവിനെ മൂലക്കിരുത്തി ഈ സ്ഥിതിയിലേക്ക് SFI എത്തിയത് വെറുതെയല്ല. ഐതിഹാസികമായ പ്രക്ഷോഭത്തിന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അതിശക്തമായി പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ സംഘടന വളർന്നത്. അതിനെ ഇല്ലാതാക്കാൻ ഗവർണറല്ല ആര് വിചാരിച്ചാലും നടക്കില്ല. ബാനർ വലിച്ചു കെട്ടു. ബാനർ എവിടെ കെട്ടണമെന്ന് SFI വിചാരിച്ചാൽ അവിടെ കെട്ടു. അതൊന്നും ഗവർണർക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. എന്തോ ഒരു ഇടക്കിടക്കാണ് ഈ അസുഖം വരുന്നത്. ഇടക്കിടക്ക് പല്ലിന് വേദന വരുന്ന സമയത്താണെന്നാ തോന്നുന്നത്. അതിന് പറ്റുന്ന മരുന്ന് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അതിനൊരു ദന്തൽ ക്ലിനിക്ക് വേണമെന്ന് ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. അത് കൊടുത്തില്ല. അന്ന് തുടങ്ങിയതാണിത്. അപ്പൊ അതുകൊണ്ട് പോലീസുകാരോട് അറിയാനുള്ളത് അദ്ദേഹത്തിന് അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കുന്നതാണ്. അല്ലെ, മുഖ്യമന്ത്രിയാണ് ഭരണഘടനാ സഭയെ തകർക്കാൻ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് അദ്ദേഹത്തിന്റെ ഒരു നീക്കം. ആർക്ക് പേടിയുണ്ടെന്ന് ഇതിനൊക്കെ? രാഷ്ട്രപതി വരണമെന്നും പറഞ്ഞിട്ട് ആരെയാ പേടിപ്പിക്കുന്നത്? 59-ലെ സഖാബ് EMS-ന്റെ ഗവൺമെന്റിനെ രാഷ്ട്രപതി ഭരണം ഉപയോഗപ്പെടുത്തിയിട്ട് മറച്ചിട്ട കോൺഗ്രസിന്റെ അനുഭവം എന്തായിരുന്നു ഇന്ത്യ രാജ്യത്ത്? രാഷ്ട്രപതി ഭരണം ഇന്ത്യ രാജ്യത്ത് ആദ്യം നടപ്പിലാക്കിയത് ഈ കേരളത്തിലാണ്. അതിനുശേഷം കോൺഗ്രസിന്റെ സ്ഥിതി എന്തായിരുന്നു? ഉപ്പിയാക്കി ചാരിയ ചുമരുപോലിയായില്ലേ? പിന്നെ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ? ആ അനുഭവം തന്നെയായിരിക്കില്ല BJPക്ക് ഉണ്ടാവുക. എന്നാ മറിച്ചിട്ടോക്കട്ടെ എന്നറിയാം. ആരെയെ പേടിപ്പിക്കുന്നത്? ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയോ ഇടതുപക്ഷക്കാരെയോ? കണ്ണൂർ ബ്ലഡി, റാസ്കൽസ്, മൊറോൺസ്, ഈ ഇംഗ്ലീഷിലുള്ള എല്ലാ വാക്കുകളും അയാൾ ഇടക്കിടക്ക് ഇങ്ങനെ പ്രയോഗിക്കുന്നുണ്ടല്ലോ. ആർക്കെതിരായിട്ട്? കണ്ണൂരിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയോ? എന്തെങ്കിലും ചരിത്രം കണ്ണൂരിനെ പറ്റിയിട്ടറിയോ? കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടുവാഴിത്തത്തിനും ജമിത്തത്തിനും എതിരായി പടഞ്ഞു വീണ് മരിച്ച, തൂക്കുകയറേറിയ എത്ര രക്തസാക്ഷികളെ സംഭാവന ചെയ്തിട്ടാണെന്ന് ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത്? അതൊക്കെ ആദ്യം പഠിക്കണം ബഹുമാനപ്പെട്ട ഗവർണർ. എന്നിട്ട് ഇവിടുന്ന് 600 പോലീസുകാരുടെ സാന്നിധ്യത്തിൽ വേഷ്ടിയും കെട്ടി അങ്ങ് ഇറങ്ങാൻ. ആ വേഷ്ടി കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാ. കാരണം ഏതെങ്കിലും കുട്ടികളൊന്നും ഇങ്ങോട്ട് വലിച്ചാൽ മതി, അപ്പൊ തന്നെ ശ്വാസം മുട്ടിയിട്ട് മരിക്കും. അതുകൊണ്ട് SFIക്കാർ അങ്ങോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ച് അയ്യോ ഒരൊറ്റ വേഷ്ടിനെ പേടിച്ചു. അടുത്ത മനസ്സിലായി എന്തൊക്കെ കൊപ്രായി കാട്ടുന്നത് ഒരു ഗവർണർ. ഈ കേരളത്തിലെ പൊതുസമൂഹം ഇത് അംഗീകരിക്കുക. ഇനിയെങ്കിലും അവസാനിപ്പിക്കണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞ NDA ഗവൺമെന്റ് തന്നെ തീരുമാനിച്ച ഒരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇദ്ദേഹം വരുന്നതിനേക്കാളും മുമ്പേ ജസ്റ്റിസ് സദാശിവോ സുപ്രീം കോടതിയിൽ പോയ കേസ് നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിയമത്തിന് അംഗീകാരം തന്ന ഒരു മഹാനായിട്ടുള്ള ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടുപഠിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ കാല് കഴുകിയ വെള്ളം രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഭക്ഷണത്തിന് മുമ്പോ പിമ്പോ ഒന്ന് കുടിച്ചാൽ ഈ അസുഖം മാറും കേട്ടോ. പല്ലുവേദനയും മാറും. പിന്നെ ഇതിന് 600 പോലീസുകാരെ സംരക്ഷണം ഗവൺമെന്റ് കൊടുത്തത്? ഗവർണർ അതിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ കൊടുത്തത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? നിങ്ങൾക്കും എനിക്ക് ഈ പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഗവർണർക്ക് ഈ പ്രൊട്ടക്ഷൻ കൊടുത്തത് ഗവർണർ സുരക്ഷിതമായി നിൽക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിലും SFIക്കാർ ഒന്നും ചെയ്യില്ല. ഇന്ന പോലീസുകാരെല്ലാം പിൻവലിച്ചോട്ടെ, ഉറപ്പ് കൊടുക്കാം, യാതൊന്നും സംഭവിക്കില്ല ഇവിടെ. പിന്നെ ഈ പോലീസിന്റെ വലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ദിവസവും വീരവാദം, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. ആരോട്? SFIക്കാരോടോ? 34 രക്തസാക്ഷികളുടെ ആത്മാക്കളെ ഈ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന പിള്ളേരാ. മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. അതങ്ങനെ പെട്ടെന്നൊന്നും തകരുന്നല്ല. ഇവരാര് വിചാരിച്ചാലും തകരുന്നതല്ലത്. RCPനെ മുട്ടുകുത്തിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമുള്ള ഈ കേരളം, അതിന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് അവർ ഉയർന്നു വന്നത്. ആർക്കെങ്കിലും എതിരായിട്ടാണോ സമരം? ബഹുമാനപ്പെട്ട ഗവർണർക്കെതിരായിട്ടല്ല ഈ സമരം. ചാൻസലർ എന്നുള്ള നിലയിൽ കാവ്യവൽക്കരണം നടത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നു. RSSുമായി അദ്ദേഹം ഗൂഢാലോചന നടത്തുന്നു. ഗവൺമെന്റിനെയും പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വെല്ലുവിളിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ജനാധിപത്യ കേരളം പ്രതികരിക്കും. അതാണ് ഈ കേരളത്തിൽ കാണുന്നത്.